അമ്മാവോ ആ അയ്യോ മക്കളെ വിശക്കണ ഒരു 5 മിനിറ്റ് ഇപ്പൊ മുട്ടക്കറി വെച്ചുതരാം കേട്ടാ. അയ്യോ വിശപ്പൊന്നുമില്ല അമ്മ ധൃതി ഒന്നും പിടിക്കണം പതുക്കെ മതി. ചാരുമോളോ ഇവിടെ? ചാരുമോള് രാവിലെ പോയി നമ്മുടെ പവിക്ക് എന്തോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട്. ഒരു കണക്കിന് കാമിയോ ഭാര്യമാരൊക്കെ ഉള്ളത് നല്ലതാണ്. നല്ല നല്ല ഡ്രസ്സുകൾ സെലക്ട് ചെയ്തെടുക്കാമല്ലോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഒറ്റയ്ക്കല്ലേ പോണത്, എനിക്ക് കാമുകനൊന്നും ഇല്ലല്ലോ. അമ്മാവ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ, നമ്മളിപ്പോൾ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അവർ പറയും എടി അത് വേണ്ട ഇത് വേണ്ട അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കി കളയും. മനസ്സിലായില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ആരെയും വിളിച്ചോണ്ട് പോകരുത്. അല്ല അതും ശരിയാണ്. അങ്ങനെയും കുറച്ച് പേരുണ്ട്. അതെ അതെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അല്ല അമ്മാവ അതൊക്കെ ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊക്കെ അമ്മാവോ ഹെൽപ്പ് എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട മോളെ. അല്ല ഞാൻ ചെയ്യാം. വേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 ചപ്പാത്തി ചുട്ടുപോയി. അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഞാനേ കരിയപ്പല എടുത്തിട്ട് വരാം. ഉള്ളി അരിയണോ? വേണ്ട വേണ്ട ഞാൻ വന്ന് ചെയ്തോളാം. അതെനിക്ക് പാടുള്ള കാര്യം അതുകൊണ്ട്. കേട്ടാ ഓക്കേ. ഞാനൊരു എന്തോന്ന് കരിഞ്ഞ മണം? അമ്മാവ വിശന്നിട്ടേ കുടലിങ്ങോട്ട് കരിഞ്ഞു. മക്കളെപ്പോഴാണ് ഇത്രയും കോമഡിയൊക്കെ അടിച്ചു തുടങ്ങിയത്? അതെ അമ്മാവ കാര്യം എനിക്ക് മനസ്സിലായി. അമ്മാവ ഒരു ചപ്പാത്തി കരിഞ്ഞു. മനസ്സിലായി. വളരെ കാര്യം ചെയ്യും, ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കും, എല്ലാം ആവുമ്പോ വിളിക്കാം. അല്ല ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം, ഞാൻ മൊബൈലൊക്കെ മാറ്റി വെച്ച്. അയ്യോ അതുകൊണ്ടല്ല, പിന്നെ മോൾ അവിടെ പോയി ഇരിക്കും, ഞാൻ ആവുമ്പോ വിളിക്കാം. അമ്മാവ അവിടെ ബോർ അടിച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ പറയാൻ പോലെ സ്റ്റെവി മോളില്ല അല്ലേ? അവളെ പോയി അവളൊരു ഉച്ചയൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയേക്കോല്ലോ, അല്ലെങ്കിൽ ഉച്ചയൊക്കെ വരുമായിരിക്കും. ടീന മോളില്ലേ? അവള് ഉറക്കമല്ലേ, 3 മണിയായി ഇന്നലെ ഉറങ്ങിയപ്പോ. നമ്മളൊരു സീരീസ് ഒക്കെ കണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇത് എന്തോന്ന് മക്കളെ നിങ്ങളിങ്ങനെ ഈ സീരീസ് ഒക്കെ കണ്ട് രാത്രി മൊത്തം ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത്? ശരീരം പോകൂലേ? നേരത്തെ കുട്ടി ഉറങ്ങണ്ടേ? അത് ശ്രദ്ധിച്ചോളാം അമ്മ. ഞാനിതിനെ അങ്ങോട്ട് വിളിക്കാം. ഒരു 5 മിനിറ്റ് കേട്ടാ? ശരിയല്ലേ? ഓക്കെ ശരിടാ. എൻ്റെ ഹൈസ്കൂൾ ഫ്രണ്ടില്ലേ വിപിൻ, വിളിച്ചത്. ഞാൻ നിന്റെ അടുത്ത് വല്ലതും ചോദിച്ചാ? എടാ ഫംഗ്ഷൻ നിനക്കാണ്, എനിക്കല്ല കേട്ടോ. എന്ത് ഇതൊന്നും എടുക്കാനില്ല, ഷർട്ടും കൂടെ എടുത്താൽ പോരെ? ജീൻസ് എടുത്തില്ലേ? എടാ നിനക്ക് പാൻറ് എടുക്കാൻ അധികം സമയം വേണ്ട, പക്ഷെ നിനക്ക് ഷർട്ട് എടുക്കാനുണ്ടല്ലോ എന്തൊരു സമയം വേണം. ലാസ്റ്റ് സമയം പോയി അത് പോയി ഇത് പോയി എന്നൊന്നും പറഞ്ഞു. ഇന്നത്തെ ദിവസം ഞാൻ ചില്ലാണ്. ചിൽ ബേബി ചിൽ. ചേട്ടൻ എങ്ങനെ ചില്ലാവാണ്ടിരിക്കും? ഇന്ന് വൈകുന്നേരം കൂട്ടുകാരൊപ്പം മദ്യപിക്കാനുള്ളതല്ലേ? വെള്ളോടിയുണ്ട്, വെള്ളോടിയില്ലാന്ന് പറഞ്ഞ വെള്ളോടിയുണ്ട്, പക്ഷെ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞതിന് ശേഷം. അയ്യടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മദ്യപിച്ച് വെറുതെ ക്യൂസായിട്ടെ എന്നെ വിളിച്ചിട്ട് ബേബി ഐ ലവ് യു ചാരു ഐ മിസ് യു എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഞാൻ വിളിക്കും. നീ വിളിക്കോ? വിളിക്കും. നല്ല ബോറാണ്. അതെങ്ങനെ ബോറാവണത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എങ്ങനെ ബോറാന്നറിയോ? ഈ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഈ പറയണത് ഒരുമാതിരി പഞ്ചാര അടിക്കല്. ആ പഞ്ചാരയാണ് എന്ത് പ്രശ്നം? ഞാൻ പഞ്ചാരയാണ് സംഭവിച്ചെന്നേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ മടുത്തേക്ക് തുറന്ന് പറയണേ, ഓപ്പൺ ആയിട്ട് പറ. തൊട്ടിത്തരം പറയരുത്. നീ വേഗം കുടിക്കും, നമുക്ക് പോവാം. എന്തൊരു കാര്യം ചെയ്യാം, ജെൻസി ഷർട്ട് എടുക്കണം. അതൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് മറ്റേ ഇലയും പൂവും കായക്കോളം എടുക്കാനല്ലേ? എനിക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. സമ്മതിച്ച് ഞാൻ ഇലയും കായും പൂവുള്ള ഷർട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോ നീ വേണ്ടെന്നങ്ങ് പറഞ്ഞാ പോരെ? അത്രയുള്ള കാര്യം. എന്നാ വേഗം കുടിക്കും, പോവാ. എങ്ങനെയുണ്ട്? സൂപ്പർ, മുട്ടക്കറി അടിപൊളി. അതങ്ങനല്ലേ ഓരോ ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. എടുത്ത് കഴിക്കേ. ഹലോ ഹബീബീസ്. അയ്യോ ഇതാരോ ടൂർ പോയ ആളാ? എന്താണ് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സൂപ്പർ ആയിരുന്നില്ലേ, അടിപൊളിയായിരുന്നില്ലേ? ഊട്ടൊക്കെ തകർത്ത് ഞാൻ അടിച്ചു പൊളിച്ച്. ഊട്ടിക്കാണ് പോയത്. ജാട കണ്ട യുകെ വന്ന പോലെ.
അയ്യോ നമുക്ക് UK പോകാനുള്ള വരുമാനമൊന്നും ഇല്ലേ, നമുക്ക് ഈ ഊട്ടിയും കൊടൈക്കനാലൊക്കെ തന്നെ ഉള്ളൂ. മകൾ ബാ ഇരി. ചപ്പാത്തി. വേണ്ട അമ്മാവ, എനിക്ക് മുട്ട മാത്രം മതി, ചപ്പാത്തി വേണ്ട. ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. സ്റ്റെഫി മോളെ, ഇതായിരുന്നു. ഒരു സത്യം പറയട്ടെ, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാധാനമുണ്ട്. അതെ 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 തുടങ്ങി അടുത്ത അടിക്കുള്ള പരിപാടി തുടങ്ങി. ഇരുന്ന് കഴി. നോക്കാം മാവ, ഞാൻ അവിടെ തന്നെ മിസ് ചെയ്ത് പറയുമെന്ന്. മക്കളെ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. നിനക്ക് സമാധാനം ഞാൻ ഇപ്പൊ കളഞ്ഞുതരാം കേട്ടാ. ചപ്പാത്തി മുട്ട കറി. ഇല്ല ആ നമുക്ക് കഴിക്കാം. പോടേ. എന്തിനടേ നക്കി തീർന്നു പ്ലേറ്റിൽ വീട്ടോടെ ഇരിക്കുക. അമ്മാവാ, ഓ എനിക്ക് ഭയങ്കര തലവേദന. എന്തെങ്കിലും ടാബ്ലറ്റ് ഉണ്ടോ? തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ആ ഫ്രിഡ്ജിന്റെ മുകളിലുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുക്കാം. അവിടെ ഇരുന്നോ, ഞാൻ എടുത്തിട്ട്. പെട്ടെന്ന് കഴി. എന്ത് കഴിക്കുവല്ലേ? മുട്ടക്കറിയാ? മുട്ടക്കറി എടുത്ത് കഴിക്കൂ. ഈ എടുക്കട്ട് എനിക്ക് മുട്ടേന്റെ ഉണ്ണി മതി. ആകെപ്പാടെ ഒരു മുട്ടയുള്ളടേ. ബാക്കി മുട്ട എവിടെടി? കഴിച്ചാ? ഒരു മുട്ട ഞാൻ തിന്ന്, ഒരു മുട്ട അമ്മാവൻ കഴിച്ച്. അപ്പൊ ഞങ്ങൾക്കോ? അത് മുട്ട ഒരെണ്ണം ഉണ്ട് അടുക്കള ഉണ്ടാവും മുട്ട. മുട്ട കൂട്ടത്തിൽ കുട്ടിയല്ലേ മുട്ട? എനിക്ക് മുട്ട, എനിക്ക് ഷെയർ ഒരു മുട്ട. ഞാൻ ഉണ്ണി എടുക്കാം. എനിക്ക് ഉണ്ണി. എന്തോന്നടേ അമ്മാവ, മുട്ടക്കറിക്കകത്ത് മുട്ടയില്ല. കൊണ്ടുവരാം. അതൊക്കെ ഉണ്ട് മോളെ. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം കണ്ടിട്ടുണ്ട് റീൽസിലൊക്കെ. ഹോഴ്സ് റാഡിഷ്. ഏത് കൊടകനുള്ള തോറത്തിനകത്ത് വെച്ച് വലിക്കുന്ന സാധനം? അതേ അളിയ, പൂണ്ടി. അതിന് നീ ഊട്ടിയിലല്ലടി പോയത്. എന്റെ അളിയ, കൊടൈക്കനാലുള്ളതല്ല ഒറിജിനല്, പിന്നെ ഊട്ടിയിലുള്ളതാണ് മെയിൻ സാധനം. സാധനമൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ ഷെയർ ഇടേണ്ടി വരും. ആ പിന്നെ ഇത് വേറെ ആരും പറഞ്ഞില്ലല്ലോ. അല്ലെ പിന്നെ ടീനെടുത്ത് പറഞ്ഞല്ലേ. സാരയില്ല, അവളല്ലേ. പക്ഷെ മറ്റുള്ളവർ രണ്ടുപേരും അറിയുന്നത് ഇതാണ് സാധനം. ചാവൊന്നുമില്ല, ഇത് നേച്ചർ അല്ലേ, കംപ്ലീറ്റ് ഓർഗാനിക് സാധനം. ഉറപ്പല്ലേ? ആ, നീ ഒരു കാര്യം ചെയ്യും, പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി സാധനം സെറ്റ് ചെയ്യട്ടെ. എത്ര മിനിറ്റ് എടുക്കും ഇത് സെറ്റ് ചെയ്യാതെ? സമയമൊന്നും വേണ്ട. നീ പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടോ ഉള്ള കാര്യം നോക്ക്. ഞാൻ പിന്നെ ആരും ഇപ്പോൾ ഒരു ഉച്ച കഴിയുന്നാണ് പറഞ്ഞത്. ആണല്ലേ? നോക്കട്ടോ. ആ, സാധനം മേക്ക് ചെയ്തോണ്ടിരിക്കുക. എന്ത് സാധനം? കഞ്ചാവൊന്നുമില്ല. ഇത് മറ്റേ ഓർഗാനിക് ആയിട്ടുള്ള മറ്റേ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നിങ്ങൾ വരച്ചു, എനിക്ക് വേണ്ട. അല്ല കള്ളു എല്ലാവരുണ്ടെങ്കിൽ നോക്കാറ്. ഒരു കാര്യം ജിമ്മേളി പോയിരി, അവളുമാര് വന്നതിനെ ഡൗട്ട് അടിക്കും. പൊക്കി അളിയാ ബാ, സെറ്റ്. ആ വേഗം വന്ന് മണപ്പിക്കാതെ, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യും, ഒന്ന് ബ്രീത്ത് ഒക്കെ എടുക്കും. സാധനം കുറച്ച് പവറൊക്കെ എന്റെ വേഗം നിൽക്ക്, സമയമില്ല, ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അധികം. അത്ര ഇട്ട് തലയാട്ടണ്ട. ആ പിടിച്ചോ, ഒറ്റ വലിയ കേട്ടാ. ആ അടിമോള. എങ്ങനുണ്ട്? ഒരു മിനിറ്റ്. ഇതാണ് അതിന്റെ ഒരു സാധനം. പറക്കോ? ഇനി പറക്കല്ല, മോളെ പറക്കും. എത്ര നേരം ഉണ്ടാവും? ഇത്ര നേരമൊക്കെ ഉണ്ടാവുന്ന പറയാ. ഈ സാധനം കുറച്ച് കോസ്റ്റ്ലി ആണ്, കയറേണ്ട വരും. എത്ര? ഒരു വിലക്ക് 200 രൂപ. 200 രൂപ? ആ, 200 രൂപയുടെ സാധനമാണെങ്കിലുണ്ടല്ലോ 20,000 രൂപയുടെ പവർ കിട്ടിയില്ലേ? ശരിയാണ്. നീ ഒന്ന് അറിയേ, തല പറഞ്ഞോണ്ടിരിക്കുന്നു. മൈൻഡൊക്കെ റിലാക്സ് ആയി
സെറ്റാവും എന്താ നീ നോയിക്കോ, ഞാൻ നമ്മുടെ പൊളിക്കും. ഞാനായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ. നിന്റെ വിശ്വാസം. അതൊന്ന് വിശ്വാസം. നീ ഫോട്ടോ വരുമ്പോ നോയിക്കോ, പൊളിക്കും ഞാൻ. ആ പൊളിക്ക്. ക്ലീൻ ഷേവ് ചെയ്തല്ല. മോനെ വേണ്ടാത്ത ചിന്ത ഒന്നും ചെയ്യരുത്. ഇമ്മാതിരി ഫ്രണ്ട്സിന്റെ കല്യാണമൊക്കെ വരുമ്പോഴേ പൊതുവെ ചെക്കന്മാരൊരു ഈ സാധനമാണ്, തോട്ടാണ് ക്ലീൻ ഷേവ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെന ഉണ്ടാവില്ല, വീട്ടിൽ തന്നെ ഇരിക്കത്തില്ല. ആ വേണ്ടാത്ത പരിപാടിക്ക് അതുകൊണ്ട് പോകണ്ട. നീ എന്തോടെ കുറെ നേരം കൊണ്ട് കാണിക്കുന്നത്? വ്യൂയിങ് അറിഞ്ഞൂടെ? വ്യൂയിങ് മനസ്സിലായി. നീ കാണിക്കണായിട്ട് മറ്റേ മുഖം കോച്ചി പിടിച്ച പോലെ ഉണ്ട്. ജോലൈൻ ഷാർപ്പ് ചെയ്തിട്ടൊരു വരവുണ്ട്. ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ആ ഇങ്ങനെ ഇരിക്കും. ശരി ക്ലീൻ ഷേവ് ചെയ്തിട്ടൊരു വരവുണ്ടപ്പോ. ഓ ആയിക്കോട്ടെ. അറിയാമോ, ദുഃഖായിരിക്കും ഞാൻ. എടാ സെല്ലിന് വിളിക്കണല്ലോ. ഹലോ സെല്ലിനെ പറ. എന്ത് ഐറ്റം? ഞാൻ വരാം. ശരി എടാ ഞാൻ ചെല്ലട്ടെ, അത്യാവശ്യം ഉണ്ടോ? ആ സെലിൻ പോടാ. എടാ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചൂടുള്ള കാലാവസ്ഥയിലൊന്നും ഉണ്ടാകത്തില്ല. ഇത് തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അന്നതും വലിക്കുന്ന തെറ്റല്ലടി. തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് പോയി. ഇതൊക്കെ ഒരു രസമല്ല. ശേ അമ്മാവനെങ്ങനെ അറിഞ്ഞായിരുന്ന? അറിഞ്ഞ സീനാവും. അതെ, എനിക്ക് വലിക്കാൻ ചെറിയൊരു പേടിയുണ്ട്, പിന്നെ ചെറിയൊരു തലവേദന. സംശയങ്ങൾ നിർത്തി പറയൂ. എന്താ ചോദിച്ചേ? അമ്മാവനെങ്ങനെ അറിഞ്ഞ എന്ത്? അമ്മാവൻ അറിഞ്ഞ എന്ത്? അമ്മാവനൊന്നും അറിയാൻ മുകളിലത് പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാം. നമ്മളായിട്ട് ആരോടും പറയാറുന്നാ മതി. ആ എനിക്കെന്താ തലവേദന ഉണ്ടാ? തലവേദനക്കൊക്കെ ബെസ്റ്റ് മെഡിസിൻ അല്ലേ ഇത്? ഇത് നേച്ചർ ഗിഫ്റ്റ് ആണ്, ഗോഡ് ഗിഫ്റ്റ്. കംപ്ലീറ്റ് ഓർഗാനിക്. ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് തലവേദന അല്ല തല ഉണ്ടോന്നുള്ള നിനക്ക് അറിയാൻ പറ്റൂല. ഒരു മിനിറ്റ്, 200 രൂപ കുറച്ച് കൂടുതലല്ലേ? 200 രൂപ കുറച്ച് കൂടുതലാണോ? ഇതിന് എത്ര രൂപ ഉണ്ടെന്ന് അറിയോ? 10,000 എണ്ണി കൊടുത്തിട്ടാണ് സാധനം കിട്ടിയത്. സാധനത്തിനാ? പിന്നെ ഇത് നിസാര സംഭവമാണോ? ഈ ചുണ്ടിക്ക് സാധനത്തിന് നിനക്ക് 10,000 രൂപയല്ലേ? ഒന്ന് പോടി എടുത്തോണ്ട്. ഓ എന്നെങ്കിൽ വേണ്ട, വിശ്വസിക്കണ്ട. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ ചെന്ന് ഓൺലൈനിൽ. കിട്ടും. പിന്നെ ഇത് മെഡിസിനൽ സാധനമല്ലേ, ഓർഗാനിക് കംപ്ലീറ്റ്. 200 രൂപ കൂടുതലാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ പകുതി വലിച്ചിട്ട് 100 രൂപ തന്നാ മതി. അല്ല പിന്നെ എനിക്ക് വലിച്ചിട്ട് കയറുന്നുണ്ടല്ലോ, നോക്കട്ടെ. പൈസ തരുമെങ്കിൽ മാത്രം ഞാൻ സാധനം എടുത്തോളെ. നീ ആദ്യം തേക്കണേ. തേച്ച് കുറ്റം പറയാൻ വേണം, എന്നിട്ട് വേണം താനും. പറഞ്ഞു കേട്ടല്ലോ, ഒറ്റ വലി കേട്ടാ. മൂക്കിലോട്ട് അടുപ്പിച്ച് പിടിക്കുക, ഒറ്റ വലി. ഫസ്റ്റ് ആർക്കത് വേണം? അല്ല ഫസ്റ്റ് നീ. ഞാനോ? എങ്ങനെ വലിക്കണ്ടേ? മൂക്കിലോട്ട് വെക്കുക, ഒറ്റ അടി. ആ കിട്ടിയാ? ഒന്നുകൂടെ ഒന്ന് ചാർജ് ചെയ്യാം. ഇനി വേണ്ട, ഇനി വേണ്ട. നിനക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ? ലാസ്റ്റ് പിയാടി അവർക്ക് ലാസ്റ്റ് കൊടുക്കാം. അറിയാ, മൂക്കിലോട്ട് പിടിക്കുക, ഒറ്റടി. അടിച്ച് കറങ്ങി തിരിച്ചു വന്ന്. കൊടുക്ക്. ഇനി അടുത്തത് പറഞ്ഞാട്ടല്ലോ. അതെ, മൂക്കിന്റെ അടുത്തേക്ക് പോലെ ചെന്നില്ല, ശരിക്കും വലിക്ക്. എങ്ങനെ നോക്കണേ? വലിച്ചാലും ഇല്ലേലും ഞാൻ 200 രൂപ വാങ്ങിക്കും കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പൊ തലവേദന?
പക്ഷെ കേട്ടാ എനിക്കൊന്നും ആയില്ല അടിക്കാം സത്യമായിട്ടായി എനിക്കെല്ലാം ആയിടെ ഇത് ടൈം വല്ലതും ഉണ്ടോ? നിനക്കൊന്നും ആയില്ലേ? സത്യമായിട്ടൊന്നും ആയില്ല. നീ നിന്റെ കൈ ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ട് ശരിക്കും നോക്കി നോക്കുക, അപ്പൊ നിനക്ക് മനസ്സിലായോ ഇല്ലെന്ന്. ഇത് എനിക്ക് എന്നെ തന്നെ കാണുന്നടി. ആ അപ്പൊ പിന്നെ നിനക്ക് സെറ്റാണ്. പൊളി. എങ്ങനെയുണ്ട്? എനിക്ക് ചെറുതായിട്ട് ടൈം ഉണ്ടോ ഇതിന്? ടൈം ഉണ്ടാക്കി ഇതാവാൻ വേണ്ടിട്ട്. ഇത് പോവാൻ ടൈമുണ്ട്. 200 രൂപ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സെല്ലോടെ എല്ലാരും ജീപ്പ് എടുത്ത് പൈസ ഇടും. സെല്ലോടെ സെല്ലിന്റെ താഴെ ഓണയറിലാണ്. വാ, എന്നിട്ട് അവൻക്കാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അടുത്തിട്ടില്ല. ഇനി 200 രൂപ വേണോ? അല്ല ഇനിയും വേണോ വലിക്കണം? അടുത്ത് വലിക്കണമെങ്കിൽ അടുത്ത് 200 രൂപ. ഇപ്പം അടിച്ചതിന്റെ പൈസ എല്ലാരും ഇട്. അല്ല കൂട്ടുകാരാകുമ്പം അല്ലെ വെറുതെ ഒക്കെ തരണ്ടേ? അതെ അതല്ലേ ഞാൻ എന്റെ കൂട്ടുകാരനല്ല. ഇവള് പാമ്പായിടി. അതെ ഇച്ചിരി. അയ്യോ എന്നെ കൊണ്ടുപോലേ. ചെരുപ്പിട് അതിനും പിടിച്ചോണ്ട് വാ. നീ നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. വാ. കണ്ട ട്രിപ്പായി കിടക്കുവാ. അളിയൻ എന്തോ മൂഡിലാണല്ലോ. ഏത് മൂഡ്? പൊളി മൂഡ്. കളിയാ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല, പക്ഷെ ചെറിയൊരു വൈബുണ്ട്. അതെന്താണെന്നറിയുമോ? നീ ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കി ഒരു പീസ് മൂഡിലങ്ങ് പിടിക്കുക, സെറ്റായിരിക്കും. എനിക്കെന്തോ ചെറിയൊരു മൂഡ് കിട്ടിയിട്ടുണ്ട്. നിനക്കോ? എനിക്കും ഉണ്ട്. അവളാ മിണ്ടാതെ മൂലയ്ക്ക് നിൽക്കുന്ന കാണുമ്പോഴേ അറിയത്തില്ലേ? പുതിയൊരു സാധനം കിട്ടിയതല്ലേ, പിള്ളേർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ കൊടുത്തില്ല എങ്ങനാ? സെലിന് എന്താ കിട്ടിയേ? എനിക്കാ ചെറുതായിട്ടൊരു ഓണം. ചെറുതായിട്ട് എനിക്ക് ചെറുതായിട്ടൊരു ഓണം കിട്ടിയില്ലേ? എനിക്ക് ചെറുതായിട്ട്. കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് പിടിക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്നിടാം. തലവേനയില്ല. തലവേദനയുള്ളൊരു പിടുത്തം. നീ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ഒന്ന് സെറ്റാക്ക്. സാധനം ഇവിടെ. നീ ട്രൈ ചെയ്യുന്നില്ല ഇത്? എനിക്ക് വേണ്ടടാ, ഞാൻ അവിടെ നിന്ന് കുറെ സാധനം നല്ല ഫ്രഷ് സാധനം ട്രൈ ചെയ്തതല്ലേ. ഷെയ്ക്ക് ചെയ്തൊക്കെ ഇന്ന് പ്രത്യേക ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ഒരു കള്ളത്തരം. മറ്റേ സാധനം വന്നിട്ടുണ്ട്. ഏത് മറ്റേ സാധനം? പിന്നെ സത്യം എവിടെ കാണിക്കും? ഇത് എവിടെന്ന്? ഇത് ഞാൻ ഊട്ടിന്ന് ഒപ്പിച്ചത്. ഊട്ടിന്ന്? ഒറ്റ വലിക്ക് ട്രൈ ചെയ്ത് നോക്കൂ. എന്താ പെർഫ്യൂം അല്ല അത്. ഇപ്പടി അവക്ക് ഡയറക്റ്റ് കിട്ടി. നിങ്ങളെക്കാൾ ഡബിൾ ഡോസ് അല്ലേ? സൂപ്പർ അല്ലേ? ഇതെവിടെന്നാ വാങ്ങിച്ചത്? ഊട്ടിന്ന്. ആരും ഉണ്ടെന്ന്? ദൊരണ്ണ. ഏതെണ്ണ? ദൊരണ്ണ. ഞാൻ സാധനങ്ങൾ തന്നൂടി. എത്ര ഇതിന്? 10,000 രൂപയായി. എത്ര? നീ പറ, ആക്ച്വൽ പ്രൈസ് പറ. നിന്റെ പ്രൈസ് അല്ല, ഇതിന്റെ പ്രൈസ് പറ. 2,000. നിക്ക് ഒരു മിനിറ്റ്. ഇനിയും കറക്റ്റ് വരും. പറ. ഇല്ല, 2,000 തന്നെയാ. ഞാൻ നിങ്ങളൊക്കെ ഷെയർ ഇടുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. എന്നാ മക്കളെ, ഇത് ആ സാധനം ഒന്നും അല്ല, അതിങ്ങനെ കുപ്പിയിലൊന്നും അല്ല കിട്ടണത്. പിന്നെ ആര് പറഞ്ഞു? അണ്ണ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാണ് ഇതാ കറക്റ്റ് ആ സാധനം തന്നെയാ. പിന്നെ ഇതിന്റെ ഊട്ടിയിലെ സാധനം ആയതുകൊണ്ട് കൊടൈക്കനാലിന്റെ അത്ര പവർ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞായിരുന്നു. അത് ശരി. ഊട്ടിയല്ലല്ലോ കൊടൈക്കനാല്. മോളതിങ്ങ് എടുത്ത്. നിനക്ക് ട്രിപ്പ് കിട്ടിയില്ലടി? ട്രിപ്പും മറ്റതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതെന്താ സാധനം ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. ഇനി വാ മക്കൾ. അല്ലടി, ശരിക്കും സാധനമടി. നിങ്ങളൊക്കെ ട്രിപ്പായിരുന്നല്ലേ? നോക്കമ്മാവാ, പറ എന്താന്ന്. അമ്മാവനറിയാൻ പറ്റും. അല്ലല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിന് കുറച്ച് സാമാനം തൂക്കിണ്ട്. ഇങ്ങോട്ട് തൂക്ക്. ഇങ്ങനെ അങ്ങോട്ട് ഉറച്ചു പിടിപ്പിക്കാം. എന്നിട്ട് വെച്ചോ. അതൊക്കെ നീ അങ്ങ് ഉരച്ചാൽ മതി. സീനൊക്കെ ഞാൻ നോക്കിക്കോളാം. സൂപ്പർ, നല്ല ഒറിജിനൽ സാധനം. അപ്പഴേ പറഞ്ഞില്ലേ? ഇത് എവിടെ കിട്ടിയേ?
ഊട്ടി പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്നത്. ആണാ സത്യം ഞാൻ കുറെ നാളായിട്ട് ഇതുപോലെ ഒരു കാട്ടുള്ളി തരം നോക്കിക്കൊണ്ട് കിടക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞു? കാട്ടുള്ളിയാ കാട്ടുള്ളി സൂപ്പർ ഒറിജിനൽ. ഇത് കാട്ടുള്ളിയും വെളുത്തുള്ളിയും ഒന്നും അല്ല, ഇത് ഹോഴ്സ് റാഡിഷ് ആണ് അമ്മ. അതെന്തോ സാധനം? അതൊരു സാധനമാണ്. അതിന്റെ ഇംഗ്ലീഷ് ഇതായിരിക്കും ഹോട്ട്. അത് ഇത് മലയാളത്തിൽ പറഞ്ഞ കാട്ടുള്ളി. കാട്ടുള്ളി തൈര് അല്ലേ? ഓ ഇതേ നമ്മളെ പണ്ട് ഉത്സവ പറമ്പിലേക്ക് കിട്ടുമായിരുന്നു. അപ്പോഴും 30-40 രൂപയാണ്. 30-40 തലവേദനയ്ക്കും ജലദോഷത്തിനൊക്കെ സൂപ്പർ സാധനം. ഇത് ഒരെണ്ണം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കഫം അങ്ങ് പോകും, താഴെ പോകും. എന്നാലും അമ്മാവാ ഇപ്പൊ ഇതിന് ഏകദേശം എത്ര രൂപ ഉണ്ടാവും? ഇപ്പൊ അന്ന് 30 ഞാൻ പറഞ്ഞു 30-40 കൂടുതൽ പേര് 100 കൊടുക്കേണ്ടി വരും. മോളെ 100 രൂപ എന്തായാലും ഗുണമായില്ല. കബം കളയാലോ, നീ ഇരുന്ന് കബം കള. നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച എല്ലാ കഷിപ്പിട്ടെ അളിയാ ചോയ്ക്കളിയാ. 200 രൂപ വെച്ച് നീ മേടിച്ചിട്ടുണ്ട്. ഒരു വലിക്ക് തിരിച്ചിട്. എടി ഇത് സത്യമായിട്ടും ഹോഴ്സ് റാഡിഷ് ആണ്, കാട്ടുള്ളി ഒന്നും അല്ല. നിങ്ങൾക്കൊക്കെ ട്രിപ്പ് ആയതല്ലേ? നീ സ്വന്തമായിട്ട് അങ്ങ് ട്രിപ്പ് ആയത്, എന്റെ കാശിന് കിട്ടണം. എടീ ഇതിന് വേറെ 80 രൂപ 100 പോലും ഇല്ല. അളിയാ ഒരു വലിക്ക് 200 രൂപ വെച്ചാണ് നമ്മുടെ നിന്ന് മേടിച്ചത്. 200 രൂപ നീ അക്കൗണ്ട് ഇടണം, തിരിച്ച് ഇട്. എന്നാലും എന്റെ സ്റ്റെഫി എങ്ങനെയാണ് ഇങ്ങനെ ഓരോന്നും പറക്കിക്കൊണ്ട് വരാൻ തോന്നണത്? ചാരു സത്യമായിട്ട് ഞാൻ 2000 രൂപ കൊടുത്ത് വാങ്ങിച്ച ചാരു. ആണാ? എന്നാ അതങ്ങ് മറന്നു കളഞ്ഞേക്കാ 2000 രൂപ. ഇത് വിഷമിക്കണ്ട, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ജലദോഷമോ പനി എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് മണപ്പിച്ചാൽ മതി. ഇതുപോലത്തെ ഒരെണ്ണം ഇവിടെ ആവശ്യമാണ്. ഇവിടെ ഇരിക്കട്ടെ. അമ്മ എടുത്തു ഇത്. എന്നിട്ട് 2000 രൂപ എനിക്ക് തരാമോ? സ്വപ്നത്തിൽ വാങ്ങിച്ചാന്ന് വിചാരിച്ചത്, അതാകുമ്പോ സങ്കടം മാറിക്കോളും.